തന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അവൻ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. യേശു ഇപ്പോഴും തന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കും. ആദിമസഭ കെട്ടിടങ്ങളിലല്ല ആരാധന നടന്നത്. അപ്പോസ്തലന്മാരുടെ കാലത്തിൽ ജെറുസലേമിൽ ആരാധന നടന്നത് ഭവനങ്ങളിലാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾക്കിരുന്ന് പ്രാർത്ഥിക്കുവാൻ കിട്ടിയ അവസരത്തെ, സാഹചര്യത്തെ നിങ്ങൾ ഉപയോഗിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട DGS ദിനകരനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനോട് പറഞ്ഞതുപോലെ, എൻ്റെ കർത്താവിന് നിങ്ങൾക്ക് ചിലത് കൈമാറാനുണ്ട്, നിങ്ങളെ ചിലത് ഏൽപ്പിക്കുവാനുണ്ട്, അവന് ചിലത് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ഞാനിത് സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ ആത്മാവിൽ എനിക്കറിയാം, പ്രാർത്ഥനയുടെ വലിയൊരു ആത്മാവ് നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രശസ്തനായ ലോകപ്രസിദ്ധനായ DL മൂഡി എന്ന മിഷണറി പറഞ്ഞ വാചകം എന്നാണെന്നറിയാവോ? ലോകത്തെ ചലിപ്പിക്കുന്ന കരത്തെ നീ ചലിപ്പിക്കുന്നതാണ് നിന്റെ പ്രാർത്ഥന.